സ്തോത്രം. ഞാനൊരു മാർത്തോമ CSI പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ. പാരമ്പര്യ പെന്തക്കോസ്തല്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതിന്റെ മഹത്വം അറിഞ്ഞ. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കർത്താവിന്. ഞാൻ ഈ മരുന്നിനെല്ലാം പരിമിതി ഉണ്ടെന്ന് അറിഞ്ഞൊരു വ്യക്തിയാ. മരുന്നിന് പരിമിതിയുണ്ട്, സർജറിക്ക് പരിമിതിയുണ്ട്. പക്ഷെ ഇതിനിടയിലൊരു സമയമുണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2022 ഞാനും എന്റെ കൂടെ വന്ന സഹോദരനും കൂടെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വേണ്ടി പോയ വഴിയിൽ എന്റെ വയറിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഞാൻ കാറിൽ ഇരുന്ന് അങ്ങ് കരഞ്ഞുപോയി. അവസാനം കാറിൽ നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ ഈ നിൽക്കുന്ന കമ്പിയിൽ പിടിച്ചു നിന്ന് കരഞ്ഞുപോയി. അന്ന് എങ്ങനെയൊക്കെയോ ഞാൻ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. പിറ്റേ ദിവസം എല്ലാരും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞ കുടലിന്റെ ഒരു ഭാഗം പൊത്തിട്ട് ഇത് വഴി ഇങ്ങനെ വരും, പഴുപ്പും രക്തവും എല്ലാം വരും. പൊട്ടിപ്പോയി, കുടലിന്റെ ഒരു ഭാഗം പൊട്ടി. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഉടൻ സർജറി ചെയ്യണം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കയ്യിൽ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി ഒരു ഹൈന്ദവനാ. പുള്ളിക്ക് ഇത് കേട്ടപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നു. അപ്പൊ എന്റെ പെങ്ങളുടെ മോള് ആ ഹോസ്പിറ്റലുണ്ട്, അവളെ വിളിച്ചു വരുത്തി. ഈ പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് പാസ്റ്റർ ആണെന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ടിയപ്പോ അവന്റെ ഉള്ളിലിരുന്ന ലൂസിഫറിന്റെ സഹോദരിയും എല്ലാം കൂടി ഞളകി പുറത്തു വന്നു. പുള്ളിക്കാരൻ ഒരു ഇത് വലിച്ച് എഴുതിയിട്ട് പറഞ്ഞു MRI സ്കാൻ എടുത്തിട്ട് നാളെ തന്നെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഇല്ല ഞാൻ. പുള്ളിക്കാരൻ പറഞ്ഞു എവിടെ പോകണം? ഞാൻ പറഞ്ഞു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഞാനാണ് പ്രസംഗിക്കാനുള്ളത്. അങ്ങനെ 3 ദിവസത്തെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു. 4ാമത്തെ ദിവസം MRI സ്കാൻ എടുത്തു. 6ാമത്തെ ദിവസം കിട്ടി, കൊണ്ടുകൊടുത്തു. പുള്ളിക്കാരൻ ഇതിൽ നോക്കും എന്റെ മുഖത്ത് നോക്കും, ഇതിൽ നോക്കും എന്റെ മുഖത്ത് നോക്കും. ഞാനും ചിന്തിച്ചു ദൈവമേ ഇത് സീരിയസ് വല്ലതും ആയോ? ഹല്ലേലൂയ. ഈ 3 ദിവസം ദൈവം എനിക്ക് ഉറപ്പ് തന്നു ഇത് ഇനി കാണത്തില്ല. രാവിലെ തൊട്ട് രാത്രി വരെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി കാണത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്ന സമയത്ത് നോക്കിയപ്പോൾ ആക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴിതിനകത്ത് എഴുതിയിരിക്കുന്ന ഇൻആക്റ്റീവ്, കാണാനില്ല. ലോകം ചിലതെല്ലാം എഴുതി വയ്ക്കും, അതിനെ ക്രൂശിൽ അങ്ങ് തറയ്ക്കും. നിന്റെ നടുവിനകത്ത് നിന്ന് മാറ്റി അതിന്റെ മേൽ നിനക്ക് ജയത്തിന്റെ ഉത്സവത്തെ അയക്കുന്നൊരു ദൈവമാ അവൻ. ഇന്നും ജീവിക്കുന്നവനാകയാൽ ചില രോഗങ്ങൾ അപ്രത്യക്ഷമായി പോകട്ടെ. ചുമന്ന് നടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. അലർജികൾ അപ്രത്യക്ഷമായി പോകട്ടെ.